അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽ, പേരുകളിൽ പെട്ട ഒരു ഇസ്മാണ് യാ ബാസ്വിത്തു എന്ന ഇസ്മു. ബാസ്വിത്തു എന്നതിൻ്റെ അർത്ഥം തന്നെ വളരെ വിശാലത നൽകുന്നവൻ. അവൻ്റെ അടിമകളാകുന്ന നമുക്ക് പ്രയാസമില്ലാത്ത ജീവിതം അള്ളാഹു നൽകുന്നവനാണ് എന്നൊരു ഉത്തമ ബോധ്യത്തോടു കൂടെ ആരെങ്കിലും ഈ ഇസ്മ ചൊല്ലുകയാണ് എങ്കിൽ തീർച്ചയായും അവനക്ക് ഫലപ്രദമായ ഉത്തരം അതിന് ലഭിക്കുന്നതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ നല്ല ജോലി ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവാൻ വേണ്ടി 72 തവണ ആരെങ്കിലും ഈ ഇസ്മ ചൊല്ലിയാൽ, ഏതാണ് ആ ഇസ്മ? യാ ബാസ്വിത്തു എന്ന ഇസ്മ ഒരു ദിവസം ആ ഒരാൾ 72 തവണ ചൊല്ലിയാൽ അള്ളാഹു അതിനുള്ള എല്ലാ വഴികളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണുള്ളത്. അവനറിയാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വഴികളും അള്ളാഹു തുറന്നു കൊടുക്കും. അതുപോലെ ഒരാൾ അത്താഴ സമയത്ത് യാ ബാസ്വിത്തു എന്ന ഇസ്മ 10 തവണ ചൊല്ലി അവൻ 2 കൈയിലും ഊതി മുഖത്ത് തടവിയാൽ ഒരിക്കലും അവനക്ക് ദാരിദ്ര്യം എന്നുള്ള ആ ഒരു പ്രയാസം, കഷ്ടത അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ്. അതുപോലെ 4000 തവണ ആരെങ്കിലും യാ ബാസ്വിത്തു എന്ന ഇസ്മ 4 ദിവസം അവൻ 4000 തവണ അവൻ ഓതിയാൽ നാലമായുരീതു, അവൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ, എന്ത് ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണോ ഒരാളത് ചൊല്ലിയതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനറിയാതെ ആ ഉദ്ദേശിച്ച കാര്യം എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അതുപോലെ 4424 തവണ ഒരാൾ യാ ബാസ്വിത്തു എന്ന നാമം 3 ദിവസം ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവനക്ക് ഒരുപാട് അവസരങ്ങൾ അള്ളാഹു കൊടുക്കും. അവനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം എപ്പോഴും അവൻ്റെ മനസ്സിലിങ്ങനെ കൊടുക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന് ആവേശം അള്ളാഹു കൊടുക്കുകയാണ്. നോമ്പ് നോൽക്കാൻ ആവേശം ഇങ്ങ് കൊടുക്കുകയാണ്. ഹജ്ജ് ചെയ്യാനുള്ള ആവേശം അള്ളാഹു കൊടുക്കുകയാണ്. അതിനുള്ള വഴികളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിലൊക്കെ അള്ളാഹു അവൻ്റെ സഹായം ഈ ഇസ്മ ചൊല്ലുന്നവനിലൂടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൻ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ ആ ഒരു ഇസ്മ കൊണ്ട് അള്ളാഹു അവന് സാധിപ്പിച്ചു കൊടുക്കും. അള്ളാഹു നമുക്കൊക്കെ ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വലിയ സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അഭിവൃദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.